മേഘാലയ അസം നിർദ്ദിഷ്ട ദേശീയപാതയ്ക്ക് അനുമതി നൽകിയതിലൂടെ മുഹമ്മദ് യൂനുസിന് ഭാരതത്തിൻ്റെ മറുപടി. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരക്കുടുക്കിൽ തുടരുന്ന മേഖലയെന്ന് മുഹമ്മദ് യൂനുസ് പരാമർശിച്ചിരുന്നു. 167 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമാറിലൂടെ മാരിടൈം ഇടനാഴി സാധ്യമാക്കും. അസാമിലെ സിൽച്ചറിൽ നിന്നും മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിലേക്കാണ് അതിവേഗ പാത. 166.8 കിലോമീറ്റർ 4-വരിപ്പാത നിർമ്മാണത്തിന്റെ ചെലവ് 22,000 കോടിയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ ഹൈസ്പീഡ് കോറിഡോറാണിത്. 2030 നിർമ്മാണം പൂർത്തിയാകും. മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയും പാത കടന്നുപോകുന്നു. അഷ്ടലക്ഷ്മിമാർ എന്ന് വിശേഷിപ്പിക്കുന്ന 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലാകും ഈ പാത. ഒപ്പം തന്ത്രപ്രധാനമായ നോർത്ത് ഈസ്റ്റിൽ കണ്ണുവയ്ക്കുന്ന ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. സൈനിക നീക്കം അതിവേഗം നടത്താൻ കഴിയുന്ന രീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. അടുത്തിടെ ചൈന സന്ദർശിച്ച ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പറ്റി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. ഈ പ്രദേശം കരയാൽ മാത്രം ചുറ്റപ്പെട്ടവയാണെന്നും ബംഗ്ലാദേശ് വഴി ചൈനയ്ക്ക് ഈ സാഹചര്യം സാമ്പത്തിക വിപുലീകരണത്തിന് ഉപയോഗിക്കാം എന്നതായിരുന്നു യൂനിസിന്റെ പ്രതികരണം. ഇത്തരത്തിൽ ഏത് പ്രകോപനവും ശത്രുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അവയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നോർത്ത് ഈസ്റ്റിൽ സജീവമാക്കുകയാണ് ഭാരതം. ജനം, ഡൽഹി.